இங்க இருந்து நீ பாத்தனா உனக்கு டவர் பிரிட்ஜ் தெரியும். ஆமா. இங்க இருந்து நீ பாத்தனா ടവർ ബ്രിഡ്ജ് தெரியாது. ഇവിടെ പ്രത്യേകത പറഞ്ഞാൽ അതെ ടവർ ബ്രിഡ്ജിന്റെ മുകളിൽ കയറിയിരുന്ന ലണ്ടൻ ബ്രിഡ്ജും കാണാം. ഇതോ അല്ലേ ഈ ടവർ ബ്രിഡ്ജിന്റെ കപ്പലൊക്കെ പോകുമ്പോൾ ഒരു സൈഡിൽ എങ്ങനെ പൊങ്ങി മാറുന്ന പല വീഡിയോസും നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിന്റെ വീഡിയോസ് അല്ല ടവർ ബ്രിഡ്ജിന്റെ വീഡിയോസിൽ നമ്മളിങ്ങനെ രണ്ട് വശം ഇങ്ങനെ പൊങ്ങി നടക്കോടെ കപ്പൽ പോണാറുണ്ട്. ആ സംഭവമാണ് കാണുന്നത്. അടിച്ച് കയറി പോവാ മക്കളെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങോട്ട് വന്നു ഇതോ ലണ്ടനിലെ ടവർ ബ്രിഡ്ജ് ട്ടോ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുതേ. അതെ, അപ്പൊ നമ്മുടെ എല്ലാവരും സബ്ബൊക്കെ ചെയ്ത് നമ്മുടെ മല്ലൂസിന്റെ കുടുംബത്തിലേക്ക് പോവാ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ബാക്കിൽ തന്നെ കപ്പൽ കിടക്കുന്നുണ്ട്. കപ്പൽ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ടവർ ബ്രിഡ്ജിന്റെ അവിടെ എത്തുമ്പോഴേക്കും പൊങ്ങുവാ. അതെ, ടവർ ബ്രിഡ്ജ് പൊങ്ങിയുള്ള സംഭവം നമ്മൾ ചിലപ്പോൾ ആ ബ്രിഡ്ജിന്റെ അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ഞങ്ങളങ്ങനെ ലണ്ടൻ ബ്രിഡ്ജൊക്കെ കണ്ടതിന് ശേഷമായിട്ട് നേരെ ടവർ ബ്രിഡ്ജിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങളിത് ഈ വഴിക്ക് എങ്ങനെയായിട്ട് പോകുന്നത് കേട്ടോ. അതേ പയ്യെ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. നമ്മളപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് ടവർ ബ്രിഡ്ജിലേക്ക് പോകാം. അപ്പോൾ ഈ വഴി അതെ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമുക്കിപ്പോൾ ഇതിലെങ്ങനെ നടന്നു പോകാനുള്ളൂ കേട്ടോ ടവർ ബ്രിഡ്ജിലേക്ക്. ലണ്ടൻ ബ്രിഡ്ജ് ഇതേ കാണുന്നു. ലണ്ടൻ ബ്രിഡ്ജ് ഇതേ കാണുന്നു. ടവർ ബ്രിഡ്ജ് നമ്മൾ പോകുന്ന വഴിയിൽ നല്ല കാഴ്ചകളൊക്കെ കേട്ടോ. റൈറ്റ് സൈഡിൽ നമ്മളൊരു നല്ല റിവർ പോകുന്നുണ്ട്. അതികൂടെ ബോട്ടിംഗ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ക്രൂയിസ് നമുക്ക് എല്ലാം ഓൺലൈൻ വഴി നമ്മൾ ബുക്ക് ചെയ്യാം. അതിലെ കപ്പലൊക്കെ പോയി തുടങ്ങുന്നുണ്ട്. കുറെ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി കിടക്കണമെന്നുണ്ടേ. കപ്പലാന്ന് തോന്നത്തില്ല കേട്ടോ. ആ ബിൽഡിംഗ് അങ്ങനെ കിടക്കണുണ്ടേ. അതിന്റെ ഉള്ളിലുള്ളതാന്ന് പറഞ്ഞേ. ഇവിടുന്നാണ് ആൾക്കാർ ബോട്ടിൽ കയറണേ. ടവർ ബ്രിഡ്ജിലേക്കുള്ള നടത്തം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടവർ ബ്രിഡ്ജിലേക്ക് എത്തിയിട്ടോ. ടവർ ബ്രിഡ്ജിലേക്ക് എത്തി. നമ്മുടെ ഇന്ത്യക്കാരിന്ന് ഒരാളെ കണ്ടു. പഞ്ചാബുകാരിയാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് എത്തി. ആ കാണുന്നതാണ് ടവർ ബ്രിഡ്ജ്. ബോട്ട് പോണതിൻ്റെ ആ ഗ്യാപ്പിലാണ് ഈ ടവർ ബ്രിഡ്ജിൻ്റെ കപ്പലൊക്കെ പോകുമ്പോൾ ഒരു സൈഡിൽ എങ്ങനെ പൊങ്ങി മാറുന്ന നമ്മൾ വീഡിയോ പല വീഡിയോസും നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ വീഡിയോസ് അല്ല ടവർ ബ്രിഡ്ജിൻ്റെ വീഡിയോസിൽ നമ്മളിങ്ങനെ രണ്ട് വശം ഇങ്ങനെ പൊങ്ങി നടക്കോടെ കപ്പൽ പോണാറുണ്ട്. ആ സംഭവമാണ് കാണുന്നത്. ഒരു കപ്പലവിടെ വെയിറ്റിങ്ങിലുണ്ട്. ബോട്ടിനൊന്നും പോകുമ്പോൾ അത് പൊങ്ങണ്ട. നമ്മൾ ഈ ഓഗസ്റ്റ് 15-ന് ഇന്ത്യയുടെ ഫ്ലാഗും കൊണ്ട് ഇതിൽ കൂടെ ഈ കപ്പൽ പോയപ്പോൾ ഇത് പൊങ്ങിയതിൻ്റെ വീഡിയോ ഒക്കെ കാണാൻ പറ്റും. അത് ഇതിലാണ് ഈ പോയത്. അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ അവിടെ ചെന്നാൽ നമുക്ക് ഈ വീഡിയോയിൽ ഇത് കാണാൻ പറ്റില്ല. ഇവിടെ എന്നാലും നമുക്ക് ഇത്ര സംഭവമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ ചെയ്തിട്ട് മറ്റു കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ അടിയിൽ കുറേ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ആ സ്ഥലം കപ്പൽ പോകുമ്പോൾ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി ആ റോഡ് ബ്രിഡ്ജിൻ്റെ മുകളിലുള്ള ആ റോഡ് രണ്ടായിട്ട് മാറി അതിലാണ് കപ്പൽ പോകുന്ന സംഭവം. പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോഴും ആദ്യമായിട്ടാണ് കാണുന്നത്. വലിയ സംഭവമായിട്ടത്. ലണ്ടൻ ബ്രിഡ്ജിലേക്ക് പോകട്ടോ. ടവർ ബ്രിഡ്ജിലേക്ക് അത് പൊങ്ങിപ്പോ പോകുന്ന അറിയില്ല. കപ്പൽ വന്നാലാണ് പൊങ്ങത്തുള്ളൂ. അപ്പൊ ഞങ്ങള് ടവർ ബ്രിഡ്ജിന്റെ എൻട്രൻസ് എത്തിട്ടോ. അതാ കാണുന്നതാണ് ടവർ ബ്രിഡ്ജിന്റെ എൻട്രൻസ്. നമ്മൾ ഇതിലാണ് ഇങ്ങോട്ട് കയറി പോകണം ടവർ ബ്രിഡ്ജിലേക്ക്. ഇവിടുന്ന് പെട്ടെന്ന് ഉള്ളൂ കേട്ടോ. നമ്മള് വർത്താനം പറഞ്ഞ് നടന്നു വന്നപ്പോ 15 മിനിറ്റ് നമുക്ക് വലിയ ഫീൽ ആയിട്ട് തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ടവർ ബ്രിഡ്ജിന്റെ എൻട്രൻസ് കണ്ടുട്ടോ. ഏകദേശം 130 വർഷത്തോളം പഴക്കമുണ്ട് ഈ ടവറിനെന്നാ പറയണത്. 130 വർഷം മുമ്പ് പണിത ഒരു അത്ഭുത ബ്രിഡ്ജാണ്. നമ്മള് പല ബ്രിഡ്ജുകളും കണ്ടിട്ടുണ്ടെങ്കിലും എന്താ പറയാ നല്ല ഭംഗിയും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ അത് പറയാതിരിക്കാൻ വയ്യ. എന്ന് പറഞ്ഞാൽ കപ്പൽ വരുമ്പോൾ ഒരു റോഡ് രണ്ടായി മാറി പൊങ്ങി അതിനുശേഷം വീണ്ടും റോഡ് മാർഗം പുനഃസ്ഥാപിച്ച് പോകുന്ന പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ആ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിലേക്കാണ് പറ്റിയത്. അപ്പോൾ നമ്മളിപ്പോൾ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിലെത്തിയിട്ടോ. ടവർ ബ്രിഡ്ജിൻ്റെ മുകളിലെത്തി. അതെ, ഇത് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. സ്കൈലാൻഡിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടെ നമുക്ക് ശരിക്കും അടുത്ത് കാണാൻ പറ്റും. ഇത് കാണാനായിട്ട് ബ്രിഡ്ജ് കാണാനായിട്ട് ഒരുപാട് വിദേശികൾ ഒരുപാട് എത്തുന്നുണ്ട് ഇവിടെ. അപ്പം മമ്മിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ലണ്ടൻ ട്രിപ്പും കാര്യങ്ങളൊക്കെ. നീതുവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് വന്നത്. പിന്നെ നിഡിലിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് മമ്മിക്ക് നിഡിലിനൊക്കെയുള്ള സ്പെഷ്യൽ ഗിഫ്റ്റായിരുന്നു. നിഡിലിൻ്റെ ബർത്ത്ഡേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എല്ലാം ലണ്ടൻ ട്രിപ്പായി മാറ്റി.
ഇവിടെ പ്രത്യേകത പറഞ്ഞാൽ അതെ ടവർ ബ്രിഡ്ജിന്റെ മുകളിൽ കയറി ലണ്ടൻ ബ്രിഡ്ജും കാണാം. ഇതോ അല്ലേ? അതെ അതെ. നമ്മൾ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പയ്യാൻ നീങ്ങി കേട്ടോ. അപ്പൊ രണ്ട് സൈഡിലും കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോഴാണ് ഇത് ഇവിടെ ടിക്കറ്റിന്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ, കണ്ടല്ലേ? നമുക്ക് ഇതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് പണിതപ്പോ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം എഞ്ചിനീയറിംഗ് സെക്ഷൻ കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ടും അതിന്റെ യന്ത്രങ്ങളുടെ പ്രവർത്തനമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായ ആളാണല്ലോ. അപ്പൊ യന്ത്രങ്ങളുടെ പ്രവർത്തനമൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിത് കാഴ്ചകളൊക്കെ കാണാൻ നല്ല അടിപൊളി കാഴ്ചകളായിട്ട് അതിന്റെ മുകളിൽ കൂടെ ഒത്തിരി വണ്ടികളും പോകുന്നുണ്ട് കേട്ടോ. അതാട്ടോ അതിശയിപ്പിക്കണേ. വണ്ടികൾ പോകുമ്പോൾ ചെറിയൊരു ജെർക്കിംഗ് ഉണ്ട്, എന്നാലും ഫീൽ ചെയ്യില്ല, ഒരുപാട് ഫീൽ ചെയ്യില്ല. അപ്പൊ നമ്മള് അവിടെ നിന്ന് കയറി ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിട്ടോ, നടുക്കെത്തി. ഇവിടെ നമ്മള് വലിയ വണ്ടിക്ക് പോകുമ്പോ ചെറിയൊരു എല്ലാ പാലങ്ങളൊക്കെ ഉണ്ടാവും, ഒരു ചെറിയൊരു കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിന്റെ മുകളിൽ കയറി എന്നുള്ള നല്ല രസം കേട്ടോ. ഇത് ഈ സൈഡ് ഒരു സൈഡ്, ഇത് ഇതിന്റെ അടുത്ത സൈഡ്. നല്ല കാറ്റിട്ട് നമ്മുടെ മുടിയൊക്കെ അങ്ങോട്ട് കൂടെ പറന്നുമാണ്. ഇപ്പൊ ഈ കാണുന്ന വരയില്ലേ, ഈ വൈറ്റ് വരെയാണ് നമ്മുടെ കപ്പലൊക്കെ ഇവിടെ വരുമ്പോൾ രണ്ടായി മാറുന്നത്. അതെ, ഇതും ഇതിനപ്പുറത്തും ഞാൻ ഇപ്പുറത്താണ് നിൽക്കുന്നത് കേട്ടോ. ഈ സംഭവമാണ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ പൊങ്ങി രണ്ടായി മാറിയിട്ട് ഇതിലെ കപ്പൽ മാറി പോകുന്നത്. അപ്പൊ ഇത് ഞങ്ങൾ നടുക്കാണ് നിൽക്കുന്നത്. ഈ കാണുന്ന സംഭവത്തിലാണ് ഒരു അപ്പുറം ശരിക്കും കാണാൻ പറ്റും. കപ്പൽ വരുമ്പോൾ രണ്ടായി മാറി സംഭവം തിരിഞ്ഞു പോകണം. ഈ കാണുന്ന വൈറ്റ് ഇന്നിപ്പോ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ല തിരക്കാട്ടോ. നമ്മളിത്രയും അടുത്തേക്ക് വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കേട്ടോ അല്ലേ. അതിന് നേഹമ്മ പോയിന്നോ. ടവർ ബ്രിഡ്ജിന്റെ അവിടെ ഫോട്ടോഷൂട്ടാട്ടോ. അപ്പൊ നീതുവിന്റെ ഫോട്ടോഷൂട്ടൊക്കെ കിടക്കാട്ടോ. ഞങ്ങളങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ ശേഷം ഞങ്ങളൊരു വീഡിയോ കൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ക്രൂയിസിന് ഞങ്ങൾ ബുക്ക് ചെയ്തായിരുന്നു. ഇത് തേംസ് നദി കൂടെയായിട്ട് ഈ ബോട്ടിംഗ് നടത്തുന്നത്. നമ്മൾ നേരത്തെ നടന്നു വന്നപ്പോൾ കണ്ടിരുന്നു ഈ റിവർ, നമ്മൾ താഴെ കണ്ടിരുന്നു ബോട്ടിംഗ് അതിൽ നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നല്ലൊരു വ്യൂ ആട്ടോ. കടലിലെ കൂടെ പോകുമ്പോൾ കടലിലെ കൂടെ അല്ല, ഈ ഒരു നദിയിൽ കൂടെ പോകുമ്പോൾ നല്ലൊരു വ്യൂ ആട്ടോ ബോട്ടിൽ നിന്ന് കാണുന്നത്. നമ്മുടെ ബാക്കിൽ കാണുന്നത് വേണ്ട, അത് ഇപ്പം കാണുന്ന ഈ പോർഷനാണ് വേണ്ട. ഇത് കപ്പലൊക്കെ വരുമ്പോൾ രണ്ടായി റോഡ് ഈ പറയുന്ന റോഡ് രണ്ടായി പൊങ്ങിയതിന് ശേഷം കപ്പൽ കിടന്നുണ്ട്. പക്ഷേ ബോട്ടിന് അത് ബാധകമല്ല കേട്ടോ. ഇവിടെ ഒരു നല്ല വ്യൂ ആട്ടോ. എല്ലാം ഇതിൽ നമ്മൾ ബോട്ടിൽ കൂടെ ഇതൊക്കെ അനൗൺസ് ഒക്കെ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട്. ഈ പോർഷനാണ് രണ്ടായി കപ്പൽ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ബോട്ടിലൂടെയുള്ള യാത്രയും അതിമനോഹരമായിരുന്നു. ടവർ ബ്രിഡ്ജൊക്കെ കണ്ടിട്ട് ഇഷ്ടം പോലെ ഫോട്ടോഷൂട്ട് കിട്ടി. നമ്മൾ ശരിക്കും അതിന്റെ തൊട്ട് തലോടി പോരുകയായിരുന്നു നമ്മളതിനെ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരിക്കൽ കൂടി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.